വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ദിവസവും ജനം TV ഈ വാർത്ത സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. PFI ഭീകരവാദികൾക്ക് CPM-ൽ സംരക്ഷണം ഒരുക്കുന്നത് ഉന്നത കേന്ദ്രങ്ങൾ തന്നെയാണ്. നിരോധനത്തിന് മുൻപും ശേഷവും മതഭീകരവാദികൾക്ക് തണലൊരുക്കിയതിൽ പാർട്ടിയിലെ പ്രധാന നേതാക്കൾക്കും പങ്കുണ്ടെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. CPM-ൽ അടക്കം PFI ഭീകരവാദികൾ നുഴഞ്ഞുകയറിയെന്ന സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടും ചവറ്റുകൂട്ടയിലിട്ടത് നേതൃത്വത്തിന്റെ അറിവോടെ എന്നും വ്യക്തമാവുകയാണ്. CPM-ൽ നിർണായക സ്വാധീന ശക്തിയായി PFI ഭീകരവാദികൾ മാറിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഈ PFI നിരോധനത്തിന് ശേഷവും അതേ നിലപാട് വച്ചു പുലർത്തുന്നവർ CPM-ൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ CPM-ൽ ഒരു സ്വാധീന ശക്തിയായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ അറിവ് CPM-ന്റെ തന്നെ ഉന്നത നേതൃത്വത്തിന് അറിയാമായിരുന്നു. പക്ഷേ സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ പോലും അവഗണിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതും CPM പ്രവർത്തകരായി കാണുന്നതും. തീർച്ചയായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ പലവട്ടം നൽകിയ റിപ്പോർട്ടുകൾ എല്ലാം സംസ്ഥാന സർക്കാർ മനഃപൂർവ്വമായി തന്നെ അവഗണിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഇന്റലിജൻസ് വിഭാഗം തന്നെ പറഞ്ഞത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മതഭീകരവാദികൾ കയറിക്കൂടിയിട്ടുണ്ട്. 2022 സെപ്റ്റംബർ 28 ഈ സംഘടനയെ നിരോധിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാർ രാജ്യത്താകമാനം 6 വർഷത്തേക്ക് നിരോധിച്ചതിന് ശേഷം ഈ നിരോധന കാലയളവിൽ തങ്ങൾക്ക് കൃത്യമായി ചേക്കേറാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പല രാഷ്ട്രീയ പാർട്ടികളിൽ അവർ ഏറ്റവും പ്രധാനമായി കണ്ടത് CPM-നെ ആയിരുന്നു. അവിടെ തങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും, ഒപ്പം തന്നെ തങ്ങളുടെ നയ തീരുമാനങ്ങളും ആശയങ്ങളും അടക്കം വലിയ തോതിൽ പ്രചരിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുമെന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം നടത്തിയത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകമാനം 100-ലധികം കേന്ദ്രങ്ങളിൽ രഹസ്യ യോഗങ്ങൾ PFI ഭീകരവാദികൾ നടത്തിയിരുന്നു. നിരോധനത്തിന് ശേഷം ഓരോ ഘട്ടങ്ങളിലും നടത്തിയിട്ടുള്ള ഈ രഹസ്യ യോഗങ്ങളെ സംബന്ധിച്ച് പുറത്തുവന്ന വിവരങ്ങൾ TV തന്നെ അത് സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി പല കേന്ദ്രങ്ങളിലായിട്ടായിരുന്നു ഈ രഹസ്യ യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തത്. ഈ രഹസ്യ യോഗങ്ങളിലെല്ലാം തന്നെ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മതഭീകരവാദികൾ മാറണം, അല്ലെങ്കിൽ അതിൻ്റെ കേഡറുകൾ മാറണം. കേഡർ സ്വഭാവത്തിൽ അതിൽ പ്രവർത്തിച്ചിരുന്ന കടുത്ത ഭീകരവാദ ആശയ പ്രചാരകരായ ആളുകൾ മാറണമെന്ന ഒരു തീരുമാനമായിരുന്നു ആ യോഗങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിലാണ് പല സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ പങ്കെടുത്തത്. നിരോധനത്തിന് ശേഷവും എങ്ങനെ ഇതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാം, ആശയപ്രചരണം നടത്താം എന്നതായിരുന്നു അവർ ആലോചിച്ചിരുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി കണ്ടെത്തിയത്, അതായത് നിലവിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം SDPI അതിന്റെ രാഷ്ട്രീയ രൂപമാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ രൂപമായ SDPI നിലനിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ PFI സംഘങ്ങൾ, PFI മതഭീകരവാദ ഗ്രൂപ്പുകൾ അവർക്ക് താവളമാക്കാനുള്ള ഒരു പ്രധാന കേന്ദ്രമായി CPM-നെ കണ്ടു. ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ പ്രാദേശിക തലത്തിൽ തന്നെ ഉയർന്നിരുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇവരെ ഈ ഒരു പാർട്ടിയുടെ ഭാഗമാക്കി മാറ്റുന്നു, അതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുന്നു എന്ന കാര്യമാണ് സാധാരണ പ്രവർത്തകരടക്കം പ്രാദേശിക തലത്തിലെ പ്രവർത്തകർ ചോദിച്ചത്. അവിടെ പാർട്ടി നേതൃത്വം നൽകിയ ഒരു വിശദീകരണം എന്ന് പറയുന്നത്, തങ്ങൾ എന്തുകൊണ്ട് ഇവരെ ചേർക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ SDPI സംഘടനയാണ്, അതിന് നിരോധനമില്ല, അത് രാഷ്ട്രീയ പാർട്ടിയാണ്, അതിന്റെ ഭാഗമായി വരുന്ന ആളുകൾ ഈ പാർട്ടിയിലേക്ക് വരുന്നു, ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് വരുന്നു എന്ന് മാത്രം അതിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് അതിനുശേഷം പല ഘട്ടങ്ങളിലും നയതീരുമാനങ്ങളിലടക്കം പ്രാദേശിക തലത്തിൽ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റികളടക്കം ചേരുന്ന ഘട്ടങ്ങളിൽ അതിൻ്റെ നയതീരുമാനങ്ങളിലടക്കം കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആശയങ്ങൾ, തങ്ങളുടേതായ ആശയങ്ങൾ തിരികെ കയറ്റുന്ന ഒരു സംഘടനയായി PFIയുടെ ഗ്രൂപ്പുകൾ ഈ CPM-ന്റെ ഭാഗമായി മാറി. അതുതന്നെയാണ് വലിയ തോതിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന സമീപകാല സംഭവങ്ങളിലേക്ക് പോലും വിരൽ ചൂണ്ടുന്നത് എന്ന് കൃത്യമായി തന്നെ വ്യക്തമാവുകയാണ്. കാരണം ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഈ നിരോധനത്തിന് ശേഷം നിരവധി തവണ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ടുകൾ നൽകിയെങ്കിലും അതെല്ലാം എല്ലാ ഘട്ടങ്ങളിലും പൂഴ്ത്തിവെക്കുകയായിരുന്നു. പ്രധാനമായും ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുകളിലെല്ലാം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ വിവിധ സംഘടനകളിൽ ചേക്കേറിക്കൊണ്ട് തങ്ങളുടെ മതഭീകരവാദ ആശയങ്ങളുടെ പ്രചാരകരായി മാറാൻ PFI ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നു, മതഭീകരവാദികൾ ശ്രമിക്കുന്നു. ഇതിനെ ഗൗരവത്തോടെ കാണണം, അത് തടയാൻ വേണ്ട നീക്കങ്ങൾ നടത്തണം. അതിന് പോലീസും മറ്റ് അന്വേഷണ വിഭാഗങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ അന്വേഷണ വിഭാഗങ്ങളും ജാഗ്രതയോടെ പെരുമാറണം എന്ന കാര്യമായിരുന്നു ഈ സംസ്ഥാന ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത്. അതിനുശേഷവും അതിനു മുമ്പും കേന്ദ്ര ഇന്റലിജൻസ് നൽകിയ
റിപ്പോർട്ടുകളിലും സമാനമായ കാര്യങ്ങൾ തന്നെയായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ചില നേതാക്കളുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കൂടിയിട്ടുണ്ടോ, നുഴഞ്ഞു കയറിയിട്ടുണ്ടോ PFI ഭീകരവാദികൾ എന്ന് മനസ്സിലാക്കുന്നതിനും ഏതെല്ലാം ഘടകങ്ങളിലാണ് അവർ എത്തിച്ചേർന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നതിനും അവർ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവിടെ നിന്ന് ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നതിനുമെല്ലാമുള്ള ഒരു പരിശോധന പാർട്ടി തലത്തിൽ നടത്തിയില്ല എന്ന് മാത്രമല്ല, അന്വേഷണ സംഘങ്ങളെ അതിനായി നിയോഗിക്കാൻ അല്ലെ വിവിധ അന്വേഷണ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നിരോധിത ഭീകര സംഘടന എത്രമാത്രം ശക്തിയോടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളെയെല്ലാം തന്നെ ചില നേതാക്കൾ കൃത്യമായ ചില അജണ്ടകളോടെ തടസ്സപ്പെടുത്തുകയായിരുന്നു. ആ കൃത്യമായ അജണ്ടകളോടെ അങ്ങനെ തടസ്സപ്പെടുത്തി മുന്നോട്ട് നീങ്ങിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരൂഹതയായി ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജനം TV തന്നെ പുറത്തുവിട്ടതുപോലെ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന CPM സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ ഗ്രൂപ്പുകൾ ചില അവരുടേതായ ചില നയതീരുമാനങ്ങളിൽ കൃത്യമായി ഇടപെട്ടതിന്റെ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പലപ്പോഴും ഭീകര ആശയ പ്രചാരകരായ ആളുകൾ അവർക്ക് അനുകൂലമായ സമീപനങ്ങൾ പാർട്ടി തലത്തിൽ ബ്രാഞ്ച് തലത്തിലടക്കം മുന്നോട്ട് വയ്ക്കാൻ തയ്യാറാവുകയും അത് പാർട്ടിയുടെ തീരുമാനങ്ങളായി പിന്നീട് അവതരിപ്പിക്കപ്പെടുകയും എല്ലാം തന്നെ ചെയ്തു. ആ ഘട്ടങ്ങളിൽ പോലും സാധാരണ പ്രവർത്തകരിൽ പലപ്പോഴും ഇതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. അവർ പല ഘട്ടങ്ങളിലും അതിനെ ചോദ്യം ചെയ്തപ്പോൾ അതിനെ എല്ലാം നിശബ്ദമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു കൃത്യമായി ഈ നേതൃത്വം എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചില ആളുകളുടെ അജണ്ട, ചില നേതാക്കളുടെ അജണ്ട, അവർ നടപ്പിലാക്കിയ ഈ അജണ്ടയുടെ പ്രത്യുപകാരം അവർക്ക് ലഭിച്ചു എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, എന്തായാലും മതഭീകരവാദികൾക്ക് പാർട്ടി തന്നെ സംരക്ഷണം ഒരുക്കുന്നത് അങ്ങേയറ്റം ഗൗരവ സ്വഭാവമുള്ളതാണ്. ഏതായാലും ഈ വിഷയം നിയമസഭയിൽ ചർച്ചയാവാനുള്ള സാധ്യത ഇല്ല എന്നാണ് രാധാകൃഷ്ണൻ വൈകുണ്ഠംജിയുടെ അഭിപ്രായം. കാരണം ഇരുമുന്നണികൾക്കും ഈ ബന്ധമുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുകയാണ്. നമ്മുടെ